നമസ്കാരം. പലരുടെയും വേദനയ്ക്ക് കാരണം സത്യം പറഞ്ഞാൽ അവരായിരിക്കണമെന്നില്ല. ശരിയാണ്, അവർക്കൊരു വിധിയുണ്ട് ഇന്നത് അനുഭവിക്കാൻ. അത് പൂർവ്വജന്മത്തിൽ നിന്ന് വരുന്ന പല വിധികളാണ്. ഇന്ന വേദന അവരനുഭവിക്കണം. അത് ചില വിധിയാണ്. ഓക്കെ. എന്നിരുന്നാലും ചിലവരുടെ വേദനയ്ക്ക് കാരണം അവരായിരിക്കത്തില്ല, അവരുടെ കൂടെയുള്ളവരായിരിക്കും. മനസ്സിലായില്ലേ? അതിപ്പം ഫാമിലി മെമ്പേഴ്സ് ആവാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആവാം, എന്തും ആവാം. യോജിച്ചല്ലാത്ത ബന്ധങ്ങളിൽ അവർ ചെന്ന് പെടുമ്പോൾ ഒരു അവസ്ഥയുണ്ട്. നമുക്ക് ചുറ്റും ഉണ്ടാകുന്ന വ്യക്തികളെല്ലാം ഊർജ്ജമാണ്, പല രീതിയിലുള്ള ഊർജ്ജം. ചിലവരിലേക്ക് ചെന്നെത്തുമ്പോൾ നമുക്ക് നന്മ വരുന്നതായിട്ട് കാണാം. ചിലവരിലേക്ക് ചെന്നെത്തുമ്പോൾ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് പോകണം. അതിന് കാരണം ഊർജ്ജത്തിൻ്റെ വ്യത്യാസമാണ്. എനർജി സക്കേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് കൂട്ടരുണ്ട്. അപ്പം നമ്മുടെ പോസിറ്റീവ് ഊർജ്ജം ചിലവർ വലിച്ചെടുക്കും. അപ്പം നമ്മളെപ്പോഴും ഹൃദയം കൊടുക്കാനുള്ളതും മനസ്സ് കൊടുക്കാനുള്ളതും എപ്പോഴും നന്മയുള്ളവർക്കായിരിക്കണം. എന്ന് പറഞ്ഞാൽ അവർ മോശമെന്നല്ല. എനർജി എന്ന് പറഞ്ഞാൽ ചിലവരെ സംബന്ധിച്ചിടത്തോളം ഊർജ്ജം ചിലവരിലേക്ക് എത്തുമ്പോൾ അത് മാറും. ചിലവർ പുറമേ നല്ല പെരുമാറ്റമായിരിക്കും, പക്ഷേ ഇന്ന വ്യക്തിയിലേക്ക് എത്തുമ്പോൾ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ആ കാര്യം എന്ന് വെച്ചാൽ എനർജി തമ്മിൽ റിപ്പൾസ് ഉണ്ടാകുന്നതാണ്. അപ്പം നമ്മൾ ഈ ഇപ്പോൾ വിവാഹമാവട്ടെ, ബന്ധങ്ങളാവട്ടെ, ഫ്രണ്ട്സ്, ബിസിനസ് ആവട്ടെ, ചിലപ്പോൾ നല്ല ബുദ്ധിമാരായിട്ടുള്ള രണ്ട് പേർ ബിസിനസ് ചെയ്യുമ്പോൾ തകർന്ന് തരിപ്പണമാണ്. അവരുടെ പ്രശ്നമല്ല, ഊർജ്ജത്തിൻ്റെ വ്യത്യാസം. ചില ഊർജ്ജങ്ങൾ ചിലവരിലേക്ക് എത്തുമ്പോൾ റിപ്പൾഷൻ ഉണ്ടാകും. അതവരുടെ ചക്രയുടെ പ്രശ്നമാണ്. മനസ്സിലായി? ശരിയാണ്, അവരെ നമുക്ക് ഒഴിവാക്കാം. ഏഞ്ചൽ ഹീലിങ്ങിലൂടെ നമുക്കത് മാറ്റാൻ പറ്റും. പക്ഷേ എന്നിരുന്നാലും അത് പൂർവ്വജന്മത്തിലെ വിധിയാണ്. പൂർവ്വജന്മത്തിലെ ചില വിധികളാണത്. അപ്പോൾ ഊർജ്ജം നമ്മളെപ്പോഴും നമ്മൾ ഇരിക്കുന്നിടം അത് പോസിറ്റീവ് അന്തരീക്ഷമാണോ? ചിലവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്തുകൊണ്ട് അവർ ജീവിതകാലം മുഴുവൻ പ്രശ്നം അനുഭവിക്കുന്നു? അതിന് കാരണം അവർ ഇരിക്കുന്ന സ്വാധീനമാണ്. ഇരിക്കുന്ന സ്ഥലത്തെ സ്വാധീനം, ആ വ്യക്തികളെക്കുറിച്ചുള്ള സ്വാധീനം. യോജിച്ചല്ലാത്ത ചില വ്യക്തികളെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് ഓറ ഉണ്ടാവും, ചക്രങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാവും. അത് സ്വാഭാവികമാണ്. അത് ക്ലെൻസ് ചെയ്യാൻ പഠിക്കണം. അത് മുൻകൂറായി നമുക്കറിയാൻ പറ്റണം. അതിനാണ് നമുക്ക് ഇൻറ്റ്യൂഷൻ, മെഡിറ്റേഷൻ. നമ്മൾ ഇരിക്കുന്നിടം നല്ലതാണോ, നന്മയുള്ളതാണോ? ശരിയാണ്, സമയദോഷം, ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ദുരിതങ്ങൾ അനുഭവിക്കാം. പക്ഷേ ചിലവരെ സംബന്ധിച്ചിടത്തോളം ദുരിതങ്ങളിൽ നിന്നും ദുരിതങ്ങളിലേക്ക് പോകണ കാണാം. ശരിയാണ്, ഇവിടുത്തെ 10 പൊരുത്തം നോക്കി കല്യാണം കഴിഞ്ഞ് പലരും പ്രശ്നം അനുഭവിക്കണമെന്ന് നമുക്കറിയാം. പക്ഷേ എന്നിരുന്നാലും ചിലവരെ സംബന്ധിച്ചിടത്തോളം 10 പൊരുത്തത്തിലൊന്നും വലിയ കാര്യമില്ല. ചില ഊർജ്ജങ്ങൾ ഇന്ന ഊർജ്ജം ഇന്ന വ്യക്തിയായിട്ട് ചേരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. മനസ്സിലായി? അത് ചിലതൊക്കെ പ്രശ്നങ്ങളിലൂടെയൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഏഞ്ചൽ ഹീലിങ്ങിലൂടെയൊക്കെ പരിഹരിക്കാം. അത് പൂർവ്വജന്മത്തിലെ വിധിയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന വ്യക്തിയായിട്ട് ചേരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ചിലവരെ സംബന്ധിച്ചിടത്തോളം ചില വ്യക്തികളുമായിട്ട് ചേരുമ്പോൾ ഒരുപാട് നന്മ വരുന്നതായിട്ട് കാണാം. മനസ്സിലായില്ലേ? ആ ഊർജ്ജത്തിൻ്റെ അട്രാക്ഷനാണ്. മനസ്സിലായില്ലേ? ഇപ്പം നമ്മളിപ്പം ജീവിതത്തിൽ എന്ത് നന്മ അനുഭവിക്കണമെങ്കിലും അതിനൊരു യോഗം വേണം. ആ യോഗത്തിൻ്റെ ഫലം ചിലവരെ പഠിക്കാൻ മോശമായിരിക്കും, വലിയ ബുദ്ധിയൊന്നും കാണത്തില്ല. പക്ഷേ ചില വ്യക്തികളിലേക്ക് ചേരുമ്പോൾ അവർക്ക് ഉയർച്ച ഉണ്ടാകുന്നത് കാണാം, അവർക്ക് നന്മ ഉണ്ടാകുന്നതായിട്ട് കാണാം. അതാ എനർജിയുടെ സ്വാധീനം. നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികളല്ല, ഊർജ്ജങ്ങളാണ്. പല കർമ്മങ്ങൾ ചെയ്ത ഊർജ്ജം, പല പാപങ്ങൾ കിട്ടിയ ഊർജ്ജം, ചില അനുഗ്രഹങ്ങൾ കിട്ടിയ ഊർജ്ജം. അപ്പം നല്ലതല്ലാതെ ചില ഊർജ്ജങ്ങളിൽ വന്നു ചേരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരും. പുറമേ കാണുന്ന രൂപമല്ല, പുറമേ എല്ലാവരും ആരാണ് പാവമില്ലാത്തവർ, ആരാണ് നന്മയില്ലാത്തവർ? പക്ഷേ അവരുടെ ഉള്ളിലേക്ക് എന്താണ്, ഉള്ളിലെ ഊർജ്ജത്തിൻ്റെ അവസ്ഥ എന്താണ്, അത് മനസ്സിലാക്കാതെ നമ്മൾ ഇപ്പോൾ ചിലവരെ കാണുമ്പോൾ ഞാൻ പണ്ട് ചിന്തിക്കുമായിരുന്നു, ദൈവം എന്തിനാണ് ഇവരെ ഇത്ര ശിക്ഷിക്കുന്നത്? പക്ഷേ ദൈവത്തിനറിയാം ഇവർ പൂർവ്വജന്മങ്ങളിൽ ചെയ്തു കൂട്ടിയതിൻ്റെ ഫലമാണ് ഇവരിപ്പോൾ അനുഭവിക്കണേ. നമ്മളിപ്പോൾ പുറമേ കാണുന്നതല്ല. അപ്പോൾ ഊർജ്ജത്തെ സംബന്ധിച്ചിടത്തോളം അതിനൊരു സയൻസ് ഉണ്ട്. അപ്പം നല്ലതല്ലാത്ത ഊർജ്ജത്തിൻ്റെ കൂടെയാണ് നിങ്ങൾ ഇരിക്കുന്നത്. ബിസിനസ് ചെയ്യുന്നതൊക്കെ നല്ലതല്ലാത്ത ഊർജ്ജ പാർട്ട്നേഴ്സിൻ്റെ കൂടെയാണ് സ്വാഭാവികമായിട്ടും തകർന്നടിയും. മനസ്സിലായില്ലേ? ഇപ്പം എത്ര നല്ല സമയമെന്ന് പറഞ്ഞാൽ നല്ലതല്ലാത്തൊരു വ്യക്തിയെ കൂടെയാണെങ്കിൽ നിങ്ങൾ തകർന്നടിയും. എന്നാൽ നന്മയുള്ളവർ, അത് നിങ്ങളുടെ പൂർവ്വജന്മ സുഹൃത്താണ്. പൂർവ്വജന്മം നോക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ബന്ധങ്ങൾ സൃഷ്ടിക്കുമ്പോൾ നമ്മൾ പൂർവ്വജന്മം നോക്കണം. പൂർവ്വജന്മത്തിൽ അനുകൂലമായിട്ടുള്ള ബന്ധങ്ങളാണെങ്കിൽ അതിന് വിള്ളൽ വരത്തില്ല. ഒരു ദിവസമാണെങ്കിൽ പോലും അതിനൊരു അർത്ഥം ഉണ്ടാകും. മനസ്സിലായി? അപ്പോൾ ഈ ഊർജ്ജങ്ങൾക്ക് ഒരുപാട് സയൻസ്. നിങ്ങളുടെ പ്രഭാവലയം തകർക്കും, നിങ്ങളുടെ ചക്രങ്ങളെ തകർക്കും. അപ്പം ചില ഊർജ്ജങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങളുടെ നന്മ വലിച്ചെടുക്കും. അത് കൂടെ വയ്ക്കുമ്പോൾ നമുക്ക് തലവേദന ഉണ്ടാകും, നമ്മൾ തളർന്ന പോലെ തോന്നും. നമുക്ക് തോന്നും നമ്മൾ ഊർജ്ജം വലിച്ചെടുക്കും. ചില ഊർജ്ജങ്ങൾ അത് അവരുടെ കുഴപ്പമില്ല. അവരൊക്കെ പൂർവ്വജന്മ അവർക്ക് ഹീലിംഗ് ചെയ്യണം. അവരുടെ ഏഞ്ചൽ ഹീലിംഗ് ചിലതൊക്കെ മാറ്റാൻ പറ്റും, അതിലൂടെ മാറ്റാൻ പറ്റും. മനസ്സിലായില്ലേ? ചിലതൊക്കെ മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഊർജ്ജങ്ങൾ, എനർജി സക്കേഴ്സ്, അവരെ ശ്രദ്ധിക്കണം. നല്ലതല്ലാത്ത ഊർജ്ജങ്ങൾ ഉള്ള ആൾക്കാരുമായിട്ട് നിങ്ങളുടെ പ്രഭാവലയം പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. അതിനാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ. മെഡിറ്റേഷൻ പറഞ്ഞാൽ നമുക്ക് ഇൻറ്റ്യൂഷൻ, ഐ ചക്ര, നമുക്ക് ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവും. കൂടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി നമ്മുടെ ശത്രുവാണോ മിത്രമാണോ, മുമ്പിൽ ഇരിക്കുന്ന വ്യക്തിയും ഇന്ന വ്യക്തിയും തമ്മിൽ ചേരുമ്പോൾ എന്തായിരിക്കും സംഭവം, നമുക്ക് ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിനാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പലരുടെയും വേദനയ്ക്ക് കാരണം
വേദം വേദന എന്ന വാക്കിനർത്ഥം വേദം, അറിവില്ലാത്തതാണ് വേദനയ്ക്ക് കാരണം. മാനസിക വേദനയുടെ കാര്യമാണ് പറഞ്ഞത്. പലരും വേദന കൊണ്ട് വരുന്നത് വേദമില്ലാത്ത അവസ്ഥയാണ് വേദന ഉണ്ടാകുന്നത്. വേദം അറിവുണ്ടെങ്കിൽ വേദന വരത്തില്ല, മാനസിക വേദന വരത്തില്ല. അപ്പം മാനസിക വേദനയ്ക്ക് കാരണം ഇതാണ്. നമ്മളെ മൺതരികൾ പോലെയാണ് എന്ന് വെച്ചാൽ ജന്മജന്മാന്തരങ്ങളുണ്ട്. അപ്പോൾ ജന്മജന്മാന്തരങ്ങൾ ചെയ്ത നമ്മളെ നന്മയുടെ ഫലം, തിന്മയുടെ ഫലം, അതിനനുസരിച്ച് ഞാൻ ഇന്നലെ ഇടയ്ക്ക് ഒരാളുടെ പൂർവ്വജന്മം നോക്കിയപ്പോൾ ഇയാൾക്ക് ആസ്മയുടെ അസുഖമുണ്ട്. പൂർവ്വജന്മത്തിൽ ഒരാൾ വെള്ളത്തിൽ മുക്കിയതിൻ്റെ ഫലമായിട്ട് ഇയാൾക്ക് ഇപ്പോൾ ആസ്മ. അപ്പോൾ അതിന് നമുക്ക് ഹീലിംഗ് ചെയ്ത് മാറ്റാൻ പറ്റും. നമുക്ക് പരിഹാരത്തിൽ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്, പക്ഷെ ചിലതിനൊന്നും പരിഹാരം കാണത്തില്ല. അതാണ് ചിലവർക്ക് ഇന്ന സ്ഥലത്ത് എത്താൻ വിധിയുണ്ടെങ്കിൽ എത്തും. വിധിയെ സംബന്ധിച്ച് വിധിയെ മാറ്റാൻ വിധി കർത്താവിനും പറ്റത്തില്ല. ഇത് കേൾക്കുന്നവർ ചിലർക്ക് അന്ധവിശ്വാസമായിട്ട് തോന്നും. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ ഊർജ്ജങ്ങളൊക്കെ ഉള്ളതാണോ, എല്ലാവരും വ്യക്തികളല്ലേ, എല്ലാവരും സഹോദരങ്ങളല്ലേ, എല്ലാവരും സംബന്ധിച്ചിടത്തോളം എല്ലാവരും നന്മയില്ലേ? പക്ഷെ ചില ഊർജ്ജങ്ങൾ ചിലവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഒരു എനിക്കറിയുന്നുള്ള ഒരു ഫ്രണ്ടുണ്ട്. അവൻ ഒരു കല്യാണം കഴിഞ്ഞപ്പോൾ അവന് ഉയർച്ചയാണ്. എന്ന് വെച്ചാൽ ആ നന്മയുള്ള ഊർജ്ജം അവനിലേക്ക് വന്ന് ചേരുമ്പോൾ അവന് ഉയർച്ച വന്നു. അവന് ഇതുവരെ ഇല്ലാത്തവൻ സൗഭാഗ്യം വന്നു, ഭാഗ്യം വന്നു, ദൈവാധീനം വന്നു. അവന് ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്ത സന്തോഷങ്ങളും. അതിന് കാരണം നന്മയുള്ള ഊർജ്ജം അവനിലേക്ക് എത്തിച്ചേരുമ്പോൾ. അങ്ങനെ എത്താൻ ഒരു വിധി വേണം, പൂർവ്വജന്മത്തിലെ വിധി വേണം. ആ എനർജി, ഊർജ്ജം, നന്മയുള്ള ഊർജ്ജം നമുക്ക് ചേരാൻ. അത് എല്ലാ ഊർജ്ജം മോശമൊന്നല്ല. നമ്മളിപ്പോൾ മോശ ഊർജ്ജം എന്ന് പറയുന്നത് വേറൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല ഊർജ്ജമാണ്. നമ്മളിലേക്ക് എത്താൻ റിപ്പൾഷൻ ഇല്ലാത്ത ഊർജ്ജം എത്തുമ്പോൾ അതൊരു വലിയൊരു പോസിറ്റീവ് ഊർജ്ജമുണ്ട്. അയാൾ എന്ത് അവസ്ഥയാവട്ടെ, എന്ത് വിദ്യാഭ്യാസമാവട്ടെ, അയാൾ നന്മയുണ്ടാവും. മനസ്സിലായി? അന്നത്തിന് മുട്ടുവരത്തില്ല, സന്തോഷമുണ്ടാകും, ദൈവ ചൈതന്യം ഉണ്ടാകും. അതാണ് ചിലവരെ വിവാഹം ചെയ്യുമ്പോൾ ഒരുപാട് ഉയർച്ച ഉണ്ട്, അല്ലെങ്കിൽ ചിലവരുമായിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ ഒരുപാട് ധനം കൊയ്യും. അതിനെ സംബന്ധിച്ചിടത്തോളം നന്മയുള്ള ഊർജ്ജം അയാളെ സംബന്ധിച്ചിടത്തോളം നന്മയെന്ന് പറയുമ്പോൾ ഒരുപാട് നന്മമരം അതല്ല ഉദ്ദേശിക്കുന്നത്. അയാളെ ഊർജ്ജം അനുസരിച്ച് നന്മയുള്ള ഒരു വ്യക്തി അയാളിലേക്ക് വന്ന് ചേരുമ്പോൾ ഒരുപാട് ഉയർച്ച ഉണ്ടാകും. അപ്പോൾ അത് അതിൻ്റെ ഒരു ക്വാളിറ്റി. അത് ചില സമയം അത് മാറാം. മനസ്സിലായില്ലേ? അപ്പം മറ്റേ നെഗറ്റീവായിട്ടുള്ള വ്യക്തി നമ്മളിപ്പം ഒരു ബന്ധങ്ങൾ നെഗറ്റീവായിട്ട് വ്യക്തി ഒഴിവാക്കണമെന്നല്ല. അങ്ങനെ നെഗറ്റീവ്സ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഹീലിങ്ങിലൂടെ പ്രശ്നപരിഹാരത്തിലൂടെ എന്താണ് അതിലുള്ള പ്രശ്നം? അത് പൂർവ്വജന്മ പ്രശ്നമാണോ, പൂർവ്വജന്മത്തിൽ എന്തെങ്കിലും പ്രശ്നമാണോ? അപ്പോൾ അതിലൂടെ ആ പ്രശ്ന പരിഹാരം ഉണ്ടോ? എല്ലാത്തിനൊന്നും പരിഹാരമില്ല, മിക്കതിനും പരിഹാരം. കലിയുഗത്തിന് പരിഹാരം വളരെ വിരളമാണ്. അപ്പോൾ പരിഹാരം ഉണ്ടെങ്കിൽ ആ പരിഹാരം ചെയ്ത് മാറ്റാൻ പറ്റുമോ? അങ്ങനെ മാറ്റാൻ പറ്റും. അല്ലാത്ത പക്ഷം ഈ ലൂപ്സ് പോലെ ചില പ്രശ്നങ്ങളിൽ തന്നെ വീണ്ടും കുടുങ്ങും. ചിലവർ 24 മണിക്കൂർ അമ്പലമായിരിക്കും. ഒരു കാരണം ചിലവരെ സംബന്ധിച്ച് പൂർവ്വജന്മ സുഖത്തോട് ചില അമ്പലത്തിൽ മാത്രമേ പോകാൻ പാടുള്ളൂ. ഈ 24 മണിക്കൂറും പല അമ്പലങ്ങളിൽ പോകും. ഒരു ഗുണം കാണത്തില്ല. കാരണം വെച്ചാൽ അവരുടെ പ്രശ്നം മാറ്റുന്നില്ല, പ്രശ്ന പരിഹാരം ആ ലൂപ്പിൽ തന്നെ കിടന്ന് കറങ്ങുന്നതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അമ്പലം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വ്യക്തിയല്ല, അവിടെ ഊർജ്ജമാണ്. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ കുറേ നെഗറ്റീവ് കമൻറ്റ്സ് വരും. ദൈവത്തെ പറയാൻ ഞാൻ ആരുമല്ല. അമ്പലങ്ങളിൽ ഊർജ്ജ കേന്ദ്രങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് ചേർന്ന് ഊർജ്ജമുള്ള അമ്പലത്തിൽ വേണം പോകാൻ, അല്ലാതെ കണ്ണി കണ്ട അമ്പലത്തിലൊന്നും പോകണമെന്ന് ഞാൻ പറയുന്നില്ല. ഊർജ്ജ കേന്ദ്രങ്ങളാണ്. അവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. അത് സ്വീകരിക്കാൻ നിങ്ങളുടെ ഊർജ്ജം കേപ്പബിൾ ആണെങ്കിൽ മാത്രമേ അവിടെ പോകാറുള്ളൂ. ക്ഷയിക്കാതിരിക്കാനാണ് അമ്പലത്തിൽ പോകണം. അപ്പോൾ നിങ്ങളുടെ ഊർജ്ജം ക്ഷയിക്കാതിരിക്കാനുള്ള അമ്പലത്തിൽ വേണം പോകാൻ, അല്ലാതെ 24 മണിക്കൂർ അമ്പലത്തിൽ പോയി കിടക്കണമെന്നല്ല. ഞാൻ ഏറ്റവും വലിയൊരു ഭക്തനാണ്. എന്നാലും ഞാൻ പറയുന്ന കാര്യമാണ്, ഈ ഓവർ ഭക്തിയും നിങ്ങൾക്ക് ഒരുപാട് ദുരിതങ്ങൾ വരുത്തി വയ്ക്കും. മന്ത്രദീക്ഷയില്ലാതെ മന്ത്രം ജപിക്കുന്നവരുണ്ട്, മന്ത്രദീക്ഷയില്ലാതെ 24 മണിക്കൂർ ചരടും എല്ലാം കെട്ടി ദുരിതങ്ങൾ വരുന്നവരുണ്ട്. രത്നങ്ങളൊക്കെ ഓരോരുത്തർക്ക് വിധിച്ചിട്ടുള്ള രത്നങ്ങളുണ്ട്, അതുമാത്രമേ ധരിക്കാവൂ. രത്നങ്ങളൊക്കെ നവഗ്രഹ മോതിരമൊക്കെ എഴുതി ജീവിതം ദുരിതമാക്കണ ഒരുപാട് പേരെ എനിക്കറിയാം. മനസ്സിലായില്ല? അപ്പം നമ്മുടെ ഭൂമിയിലെല്ലാം ഊർജ്ജങ്ങളാണ്. അപ്പം നമ്മളെപ്പോഴും ശരിയായിട്ടുള്ള ഊർജ്ജം മാത്രം തിരഞ്ഞെടുക്കണം. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാം, ധ്യാനിക്കാൻ പഠിക്കണം. ആദ്യം ഇപ്പം ധ്യാനിക്കാനാണ് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി വരുന്ന തലമുറയിൽ ധ്യാനിക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ഇൻഡ്യൂഷൻസ് ഉണ്ടാകും. മുമ്പിൽ വരുന്നത് നന്മയാണോ തിന്മയാണോ തിരിച്ചറിയാനുള്ള ഒരു ഇൻഡ്യൂഷൻസ് ഉണ്ടാകും. ഇപ്പം ബാക്കി ഫിസിക്സും കെമിസ്ട്രി ഇതൊന്നും പഠിക്കണമെന്നല്ല. അതിലുപരി ഇപ്പം എത്ര കുട്ടികളാണ് ആത്മഹത്യ ചെയ്യണത്? അത് ആത്മീയ അറിവില്ലാത്തതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ഇതിനെക്കുറിച്ചൊന്നും ആരും പറഞ്ഞു കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഇതിലൊന്നും വലിയ കാര്യമില്ല. ഇപ്പം മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ എത്ര പേരാണ്? ഇതിലൊന്നും വലിയ കാര്യമില്ല. അപ്പം നമുക്ക് വിധിച്ചതെന്തോ അത് നമ്മളിലേക്ക് വന്നു ചേരും. അപ്പോൾ നമ്മൾ ഇത്രയൊന്നും വെപ്രാളം പെടേണ്ട ഒരു ആവശ്യമില്ല. നമ്മളിലേക്ക് യോഗമുള്ളൂ, നമ്മളിലേക്ക് വിധിച്ചിട്ടുള്ളത് നമ്മളിലേക്ക് വന്നു ചേരും. വിധിയെ തകർക്കാൻ വിധി കർത്താവിന് പോലും പറ്റത്തില്ല. അപ്പോൾ വേദന മാറ്റണോ? ആദ്യം നിങ്ങൾ വേദം പഠിക്കണം. വേദം വെച്ചാൽ അറിവുണ്ടാവണം. വേദം പ്ലസ് വേദമില്ലാത്ത അവസ്ഥയിൽ മാത്രമേ നിങ്ങൾക്ക് വേദന ഉണ്ടാകത്തുള്ളൂ. അറിവില്ലാത്ത അവസ്ഥ. അപ്പോൾ എല്ലാവരും നന്മയുള്ള ഊർജ്ജത്തിലേക്ക് വേണം എത്തിച്ചേരാൻ. ശരിയാണ്, അതിന് ദൈവകടാശം വേണം, ഒരു നന്മ വേണം, ഭാഗ്യം വേണം, ദൈവാധീനം വേണം, പൂർവ്വജന്മ സുഹൃതം വേണം. അതുപോലെ
നിങ്ങളുടെ അവസ്ഥ അത് ക്ലിയർ ആക്കുക. ചക്രങ്ങൾ ക്ലെൻസ് ചെയ്യാൻ പഠിക്കണം. ഊർജ്ജങ്ങൾ മെഡിറ്റേഷനിൽ നിന്ന് നിങ്ങളെ ചക്രങ്ങൾ ക്ലെൻസ് ചെയ്യാൻ പഠിക്കണം. എന്താണ് നിങ്ങളെ തടസ്സം അത് കണ്ടെത്തി അത് പരിഹരിക്കണം. എന്നിട്ട് വേണം അമ്പലം ദർശനം നടത്താൻ. അത് എന്താണ് നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾക്ക് തടസ്സം വന്ന് ലൂപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ആ ലൂപ്പ് തകർക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അത് ചിലവർക്ക് പ്രശ്നത്തിൽ തെളിയുന്നതാണെങ്കിൽ അത് പരിഹാരം ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്ത് അത് പരിഹരിച്ച് വേണം മുന്നോട്ട് പോകാൻ. നന്മയുള്ള ഊർജ്ജം എന്നാൽ മാത്രമേ നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ജീവിതം ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, താങ്ക്സ്.